ടൻടടാൻ നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളമശ്ശേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടേജാണ് കേട്ടോ. നല്ല സൂപ്പർ ആൽമരം ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇത് കളമശ്ശേരി റോഡ് സൈഡിൽ തന്നെയാണ്. ഫ്രണ്ടിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു അമ്പലം എന്നുള്ള ഫസ്റ്റ് നമുക്ക് ഇത് അമ്പലം തന്നെയാണോ എന്നൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലം തന്നെയാണ്. നർത്തകികളൊക്കെ നിങ്ങൾ നിൽക്കുന്നത് കണ്ടു. എന്താണ് ഇവിടെ പരിപാടി എന്നല്ലേ? ഇവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് എൻ്റെ കസിൻ പ്രസീതയുടെ നൃത്ത വിദ്യാലയത്തിൻ്റെ ഡാൻസ് ഇന്നുണ്ട്. 7:45 ഡാൻസ്. അപ്പോൾ അവളുടെ പ്രോഗ്രാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വന്നുടനെ അപ്പു, പ്രവീണിൻ്റെ മോൻ, എൻ്റെ കസിൻ്റെ മോനാണ്. അപ്പു എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും കുറേ നാളായിട്ട് അവനെ കണ്ടിട്ട് കേട്ടോ ഒക്കെ ചെയ്ത് എന്നെ കോക്കറി കാണിച്ച വ്യക്തിയാണ് പ്രസീത സുധീർ, എൻ്റെ മാമൻ്റെ മോളാട്ടോ. മറ്റത് രേഷ്മ, പ്രവീണിൻ്റെ മോള്. അങ്ങനെ കുട്ടികളെല്ലാം ഡാൻസിന് വേണ്ടിയിട്ട് മേക്കപ്പ് ഇടുന്ന ചടങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഈ ഹോളിൽ വെച്ചിട്ട് തന്നെയാണ് അവളുടെ ഒരു ഡാൻസ് ക്ലാസ് നടക്കുന്നത്. ഇവിടെ മാത്രമല്ല ഡാൻസ് ക്ലാസ് ഇല്ല, അവളുടെ ഓൺ റെൻറ്റിനെടുത്ത ബിൽഡിങ്ങും ഉണ്ട്. അല്ലാണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഈ മണ്ഡപത്തിനോട് അവിടെ വെച്ചിട്ടും അവൾ എല്ലാ സൺഡേയും സാറ്റർഡേ ഒക്കെ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ അവർക്ക് മസ്റ്റായിട്ട് ഇവരുടെ ഡാൻസ് വെച്ചേ പറ്റുള്ളൂ അവരുടെ ഉത്സവത്തിന്. സോ അങ്ങനെ ഞാൻ ഡാൻസ് കാണാൻ വന്നിരിക്കുകയാണ്. ഓഫീസിൽ നിന്ന് നേരെ ആട്ടോ ഇനി വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ കൊണ്ട് എനിക്ക് പഴയകാല ഗതകാല സ്മരണകളാണ് ഉണർത്തുന്നത്. പണ്ട് നാട്ടിൽ ഞങ്ങളിങ്ങനെ ഡാൻസ് കളിക്കുന്നതും ഡാൻസ് മേക്കപ്പ് ഇടുന്നതും ഒക്കെയാണ് എൻ്റെ മനസ്സിലിങ്ങനെ ഓടി ഇങ്ങനെ വരുന്നത്. പ്രസീത എല്ലാ സജ്ജീകരണങ്ങളൊക്കെ റെഡി ആയപ്പോഴത്തേക്ക് ഒന്ന് ഫൈനൽ റെഡി ആവാൻ വേണ്ടി ജസ്റ്റ് കളമശ്ശേരി വീട്ടിലേക്ക് പോവുകയാണ്, റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനിയും ഇപ്പം 7:04 ഏകദേശം ഇപ്പോൾ 6:30 ഒക്കെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബാക്കിയൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട്. ഇനിയൊന്ന് അവർ രാവിലെ തൊട്ട് അവരിവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നവനീത നൃത്ത കലാസമിതി, അതാണ് പ്രസിദ്ധ ഡാൻസ് സ്കൂള്. 4-5 തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. പല അതായത് കുട്ടികൾക്ക്, അതുപോലെ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പം വന്നത് പ്രസിദ്ധ മോനാണ് കേട്ടോ. വരുന്നുണ്ട് അച്ചുക്കുട്ടൻ. വരുന്ന ഒരാൾ കടയൊക്കെ അടച്ചിട്ട് മാമി വരുന്നുണ്ട് കേട്ടോ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. എന്നെ കണ്ടിട്ടില്ല ആ ചാട്ടി, അതാണ് വല്ലയിടവും നോക്കിക്കൊണ്ടാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി മീറ്റ് ചെയ്ത്. എന്നോട് വന്നാൽ നേരത്തെ കസേരയൊക്കെ പിടിച്ചിടണേന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ കസേരയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കുചേലൻ കൃഷ്ണനെ അവല് കൊണ്ടുവന്നതുപോലെ, നീ ഓഫീസിൽ നിന്ന് നേരിട്ട് വന്നതല്ലേ, വിശക്കുന്നുണ്ടാവും, വേറെ ഒന്നും ഇപ്പോൾ ഇവിടെ കയ്യിലിരിപ്പില്ല, കുറച്ച് അവല് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ തുറക്കാനൊക്കെ ശ്രമിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, എല്ലാവരും ഒക്കെ ഇരിക്കുന്നില്ലേ, പിന്നെ അവല് കഴിക്കാമെന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിൽ തന്നെ വെച്ചത്. പ്രസിദ്ധ റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്ത് അവൾ കാസറ്റ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുക. അതായത് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ പ്രോഗ്രാം തുടങ്ങണം. അതാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മാമിയുടെ സന്തത സഹചാരി സിന്ധു വന്നിരിക്കുന്നുണ്ട് ഡാൻസ് കാണാൻ വേണ്ടി. പക്ഷേ അമ്പലത്തിൽ ഈ സമയത്ത് 7:30 സമയത്ത് ദീപാരാധന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ മാത്രമേ തുടങ്ങാൻ പറ്റുള്ളൂ. 7:45 ദക്ഷിണ വയ്ക്കുന്ന ചടങ്ങാണ് ഇപ്പം തുടങ്ങുന്നത്. ഇത് സ്റ്റേജിനകത്ത് കർട്ടനൊക്കെ ഇട്ട ശേഷമാണ്, കർട്ടൻ പൊക്കിയിട്ടല്ല കേട്ടോ ഈ ദക്ഷിണ എന്ന് പറഞ്ഞത്. എനിക്കിത് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മാമൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ എൻ്റെ നാട്ടിൽ വളരെ വലിയ ഫേമസ് ആയിട്ടുള്ളൊരു ഡാൻസ് സ്കൂൾ ഇട്ടിട്ട് ഈ ദക്ഷിണ വയ്ക്കുന്നത് സ്റ്റേജിലെ കേർട്ടനൊക്കെ പൊക്കിയിട്ട് എല്ലാവരും നാട്ടുകാരൊക്കെ കാണുന്നൊക്കെ രീതിയിൽ അതൊരു ചടങ്ങായിട്ട് മാറ്റിയിരിക്കുന്നു. പക്ഷേ അത് ഭയങ്കര, എനിക്കത് വളരെ നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കല പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപകന് നമ്മൾ സ്റ്റേജിൽ കയറുമ്പം ദക്ഷിണ കൊടുത്തിട്ട് തന്നെ കയറണം. അതിന് അളവ്, തൂക്കം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഗോൾഡ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് സ്റ്റേജിൽ ഗോൾഡ് കൊടുക്കുന്നവരുണ്ടാകാം, ചിലപ്പം അവർക്കുള്ളത് കൊടുക്കുന്നുണ്ട്. ദക്ഷിണയുടെ കേസാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുന്ന ഫീസിൻ്റെ കേസല്ല ഞാൻ പറയുന്നത്, ദക്ഷിണയുടെ കേസിൽ. അപ്പോൾ എനിക്കത് ഭയങ്കര അതൊരു വിരോധാഭാസമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും എനിക്ക് ഇത്തിരി സംതൃപ്തി തോന്നിയിട്ടുണ്ടെന്ന്. അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കേട്ടനൊക്കെ പൊക്കിയിട്ട് ദക്ഷിണ വാങ്ങിക്കുന്ന പരിപാടി കണ്ടില്ല, അതിലെനിക്കൊരു സന്തോഷമുണ്ടായിരുന്നേ. നമ്മളെ പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. ഓക്കെ.
അങ്ങനെ നൃത്തമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ലാസ്റ്റ് ഫൈനൽ ഫോട്ടോ സെഷന് വേണ്ടി നിൽക്കുകയാണ്. ഇത് മാധവ മഹോത്സവം എന്ന പേരിലുള്ള അവളുടെ ഈ വർഷത്തെ സ്കിറ്റാണത്, ക്ലാസിക്കൽ രൂപത്തിലുള്ള. അത് കഴിഞ്ഞ് ഞാൻ വേഗം തന്നെ ഇറങ്ങിയിട്ട് വിശന്ന് വലഞ്ഞിട്ട് എടപ്പള്ളി വന്നിട്ട് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് 9:40 വിശന്ന് സത്യത്തിൽ ഭയങ്കരമായിട്ട് വിശന്നു. കാരണം നേരിട്ട് ഓഫീസിൽ പോയിട്ട് 9:50 വരെ ഞാനാണെങ്കിൽ രാത്രി കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് എനിക്ക് അമ്മാതിരി തളർന്നു പോയിട്ട് കേട്ടോ. ഈ ഡാൻസ് നവനിത നൃത്ത സമിതിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ.